വിജയിച്ചാൽ തന്നെ അയോഗ്യയാക്കാൻ പോലും സാധ്യതയുള്ളതാണ് തിരുവനന്തപുരം BJPയുടെ മേയർ സ്ഥാനാർത്ഥി ശ്രീലേഖയുടെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം. ശ്രീലേഖ മേഡം IPS ഒക്കെ ആണെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഒട്ടും പക്വത നേടിയിട്ടില്ല എന്നുറപ്പാണ്. മാത്രമല്ല BJPക്ക് സാധ്യതയുണ്ട് എന്ന് അവർ തന്നെ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഒരാൾക്ക് ഈ ജനാധിപത്യത്തിന്റെ രീതികളൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അത് നാണക്കേട് തന്നെയാണ്. ഇപ്പോഴിതാ പ്രീ പോൾ സർവേ ഫലം പരസ്യപ്പെടുത്തിയിരിക്കുകയാണ് ശ്രീലേഖ. ആ സംഭവത്തിൽ തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി ആ ശ്രീലേഖയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി വരികയാണ്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടലംഘനത്തിൽ ഇടപെട്ടു. ഇനി നടപടിയിലേക്ക് കടക്കുകയാണ്. സൈബർ പോലീസിനോട് റിപ്പോർട്ട് നൽകാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ H. ഷാജഹാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടലിന് പിന്നാലെ ശ്രീലേഖ IPS ഫേസ്ബുക്ക് പോസ്റ്റെല്ലാം പിൻവലിച്ചു. പക്ഷേ അത് പിൻവലിച്ചാലും അവർ തെറ്റിദ്ധരിപ്പിച്ചതും അങ്ങനെ ഒരു രീതി പിന്തുടർന്നതും തെറ്റാണ് എന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കലിലുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിൽ സ്ഥാനാർത്ഥിയാണ് ആ ശ്രീലേഖ. പ്രീപോൾ സർവേ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന സുപ്രീം കോടതിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മാർഗനിർദ്ദേശം ഇവിടെ വ്യക്തമായി നിലനിൽക്കെയാണ് ശ്രീലേഖയുടെ ഈ നടപടി എന്നുള്ളത് ഗൗരവമായി തന്നെ കാണുന്നുണ്ട്. BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭൂരിപക്ഷം ഉണ്ടാകും, LDF പിന്നോട്ട് പോകും എന്നുള്ള ഒരു സ്വകാര്യ സർവേയാണ് ശ്രീലേഖ തൻ്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. ഇതിനു മുൻപ് ആദ്യം തന്നെ ശ്രീലേഖ IPS എന്നെഴുതിയപ്പോൾ ഈ IPS അത് റിട്ടയർഡ് IPS എന്ന് കോടതി തിരുത്തിച്ചതിലെ ഒരു നാണക്കേട് അത് ശ്രീലേഖയ്ക്കുണ്ട്. അത് വിട്ടുമാറുന്നതിന് മുൻപ് തന്നെ ഈ നാണക്കേടും വന്നിരിക്കുന്നു. ജനഹിതം ഇങ്ങനെയാകട്ടെ എന്ന തലക്കെട്ടോടെയായിരുന്നു ശ്രീലേഖ പോസ്റ്റ് ഇട്ടത്. സൈബർ പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വിജയിച്ചാൽ അയോഗ്യ ആകാൻ പോലും സാധ്യതയുള്ളതാണ് ശ്രീലേഖയുടെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം എന്നുള്ളത് നിയമവിദഗ്ധരും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടവരും പറഞ്ഞു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച ശ്രീലേഖയ്ക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് മറ്റു പാർട്ടിക്കാർ ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. അത് ഇനി നാളെ ശ്രീലേഖ ജയിച്ചാൽ തന്നെ കേസും കൂട്ടവുമായി അത് കോടതി കയറും എന്നുറപ്പായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായുള്ള പോസ്റ്ററുകളിൽ പേരിനൊപ്പം IPS ഉപയോഗിച്ചതടക്കമുള്ള വിവാദങ്ങൾ നേരത്തെ തന്നെ ശ്രീലേഖയ്ക്കെതിരെ ഉയർന്നു വന്നിരുന്നു. നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ ദിലീപിനെ അനുകൂലിച്ചും ശ്രീലേഖ രംഗത്ത് വന്നിരുന്നു. അങ്ങനെ കൂടുതൽ എടുത്തുചാട്ടം കാണിക്കുന്ന ഒരു IPS ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ അവർ എത്രത്തോളം ഈ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ചേരും എന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും ജയിച്ചാൽ തന്നെ അയോഗ്യ ആകേണ്ടി വരുമെന്നുള്ളതിനാൽ അവരെ ജയിപ്പിക്കുന്നതിന് എന്തർത്ഥം എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും BJPയുടെ മേയർ സ്ഥാനാർത്ഥി അയോഗ്യ ആണെന്ന് പറയേണ്ടി വരും. IPS ആയി എന്നും പറഞ്ഞ് നേതാവാക്കിയാൽ ഇതുപോലെയുള്ള എടുത്തുചാട്ടവും കാണേണ്ടി വരും. എല്ലാം വെട്ടിപ്പിടിക്കാമെന്ന അതിമോഹത്തിൽ തലയും കുത്തി താഴെ വീഴുകയും ചെയ്യും. അതാണ് ശ്രീലേഖ റിട്ടയർഡ് IPSന് സംഭവിച്ചിരിക്കുന്നത്.